ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ശമൂവേലിന്റെ 1-ാം പുസ്തകം 4-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഇസ്രായേൽ സൈന്യം ഫെലിസ്ത്യ സൈന്യത്തോട് പരാജയപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്നാൽ പരാജയത്തിൻ്റെ കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇല്ലാത്തതാണ് എന്ന് മനസ്സിലാക്കിയെങ്കിലും ഹൃദയപൂർവ്വം അവർ അനുദപിക്കാതെ, തങ്ങൾക്ക് വന്ന തെറ്റിനെ തിരുത്താതെ, ഇസ്രായേൽ മൂപ്പന്മാരുടെ നേതൃത്വത്തിൽ യഹോവയുടെ നിയമപ്പെട്ടകം യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുവന്ന് പുറമെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു. തുടർന്ന് സംഭവിച്ചതും വീണ്ടും ഒരു യുദ്ധവും അതിലുണ്ടായ പരാജയവുമാണ്. അങ്ങ് ശ്രദ്ധിക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ്. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 52-ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ദൈവസന്നിധിയിൽ ശരിയായിട്ട് കാര്യങ്ങൾ ചെയ്യാതെ ഇരുന്നതുകൊണ്ട്, പാപത്തിൽ അവർ വീണതുകൊണ്ട് ഇസ്രായേൽ ജനം പരാജയപ്പെട്ടു പോകുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അന്വേഷിക്കേണ്ടതിന് പകരം പുറമെയുള്ള ചില കാര്യങ്ങളിൽ അവർ വ്യാപൃതരായി തീർന്നു. ഇതെല്ലാം സംഭവിച്ചത് അവർ ദൈവത്തോട് ഹൃദയം കൊണ്ട് അകന്ന് അവരുടെ സമൂഹത്തിൽ കർത്താവിനെ വേണ്ടതുപോലെ അന്വേഷിക്കാത്തതുകൊണ്ടാണ്. പുരോഹിതന്മാരായിരുന്ന ഹൊഫ്നിയും ഫിനെഹാസും പാപത്തിൻ്റെ വല്ലാത്ത മ്ലേച്ഛതയിൽ ജീവിക്കുന്ന ചരിത്രവും നമുക്ക് ശമൂവേലിന്റെ 1-ാം പുസ്തകം ആരംഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 10 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ വളരെ ദുഃഖകരമായ പ്രത്യാഘാതങ്ങൾ സംഭവിക്കുന്ന ചരിത്രവും നാം ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ പെട്ടകം പിടിപെട്ടു. അത് വാക്യം 11 കാണുവാൻ കഴിയുന്നു. നാം വിശദമായിട്ട് ഓർത്തതാണ്. രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത് 10-ാം വാക്യത്തിലാണ്. ഇസ്രായേൽ തോറ്റു, ഓരോരുത്തൻ താൻ്റെ വീട്ടിലേക്ക് ഓടി. ഇസ്രായേലിൽ 30,000 കാലാൾ വീണുപോകത്തക്കവണ്ണം ഒരു മഹാസംഹാരമുണ്ടായി. നോക്കുക, എത്രമാത്രം വൻ പരാജയമാണ്. 30,000 പേർ പട്ടുപോകുന്ന, സംഹരിക്കപ്പെട്ടു പോകുന്ന പരാജയമാണ് ഫെലിസ്ത്യ സൈന്യത്തോട് ഇസ്രായേൽ ഏറ്റുവാങ്ങിയത്. ദൈവത്തെ അന്വേഷിക്കേണ്ടതിന് പകരം നാം പുറമെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി എന്ന് മനുഷ്യൻ്റെ മുൻപാകെ കാണിച്ചാൽ, ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ശരിയായിട്ട് ദൈവ മുൻപാകെ യഥാസ്ഥാനപ്പെടാതിരുന്നാൽ കുഴപ്പങ്ങൾ സംഭവിക്കുമെന്നുള്ള വലിയ ആത്മീയ മുന്നറിയിപ്പ് ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. 11-ാം വാക്യത്തിൽ 3-ാമത്തെ അനന്തരഫലം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഏലിയുടെ 2 പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും പട്ടുപോയി. ഇവർ രണ്ടുപേരും ഇസ്രായേലിലെ പുരോഹിതന്മാരായിരുന്നു. അവർ പട്ടുപോകുവാൻ കാരണമുണ്ട്. അവരുടെ ജീവിതത്തിൽ വന്ന മ്ലേച്ഛത, അവരുടെ പാപം, മനഃപൂർവ്വമായിട്ട് യഹോവയുടെ വഴിപാടിനെ അവർ നിന്ദിക്കുന്നവരായിരുന്നുവെന്നുള്ളത് വചനം നമുക്ക് കാണിച്ചു തരുന്ന വസ്തുതയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കേണ്ട, ദൈവത്തെ ശരിയായി സേവിക്കേണ്ട, യഹോവയുടെ മുൻപാകെ നല്ല നിലയിൽ ദൈവത്തെ ശുശ്രൂഷിക്കേണ്ടെന്ന, പരമാർത്ഥ ഹൃദയത്തോടെ ദൈവ മുൻപാകെ ജീവിക്കേണ്ടെന്ന പുരോഹിതന്മാർ 2 പേരും പാപം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് ആദ്യത്തെ അധ്യായങ്ങൾ കാണിച്ചു തരുന്നത്. അവർ ദൈവത്തിൻ്റെ വഴിപാടിനെ മനഃപൂർവ്വമായി നിന്ദിച്ചു. തന്നെയുമല്ല, അവർ ദൈവാലയത്തിൻ്റെ വാതിക്കൽ മ്ലേച്ഛകരമായ പാപങ്ങൾ ചെയ്യുന്നവരായി തീർന്നു. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും വളരെ വ്യക്തമായി ഞാൻ പറയട്ടെ, ദൈവം അവിടുത്തെ സ്വഭാവം വിശുദ്ധ തിരുവചനത്തിലൂടെ വെളിപ്പെടുത്തുന്നത് നാം നമ്മുടെ ജീവിതങ്ങളെ ആ വിശുദ്ധിക്കനുസരിച്ച് ക്രമീകരിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ ഒഴിവ് കഴിവുകൾ കൊണ്ട്, മാനുഷികമായിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങൾ കൊണ്ട് ദൈവം വെച്ച വ്യവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ നമുക്ക് സാധിക്കയില്ല. അതിന് നമുക്ക് ഒരു നാളും കഴിയുകയുമില്ല. സ്വർഗത്തിലെ ദൈവം വിശുദ്ധിയിൽ
അതിഭയങ്കരനായ ദൈവമാണ്. അവിടുന്ന് വിശുദ്ധിയോടെ ജീവിക്കുന്നവർക്ക് കൃപ നൽകുന്ന ദൈവമാണ്. എനിക്ക് കർത്താവിനെ ശരിയായിട്ട് സേവിക്കണമെന്ന് ഒരു വ്യക്തി ആഗ്രഹിച്ചാൽ ആ വ്യക്തിയെ സഹായിപ്പാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വഴിനടത്തലുണ്ട്. പരിശുദ്ധാത്മാവാം ദൈവമുണ്ട്. ദൈവം ഒരുക്കിയിട്ടുള്ള ആത്മീയരായ സഹോദരന്മാരുണ്ട്. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ജീവിതത്തിൽ വീഴ്ച വരുമ്പോൾ ദൈവം തരുന്ന മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നിശ്ചയമായിട്ടും നാം ഇപ്പോൾ കേട്ട ദൈവവചനം ഒരു മുന്നറിയിപ്പായി തന്നെ നമ്മുടെ മുൻപാകെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ ജീവിതങ്ങളിൽ നാം സേവിക്കുന്ന, ആരാധിക്കുന്ന, ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ ആ വിശുദ്ധിക്കനുസരിച്ച് നമ്മെ തന്നെ ക്രമീകരിപ്പാനായിട്ട് സാധിക്കണം. എന്നാൽ ഹൊഫ്നിയും ഫിനെഹാസും അവർ മഹാപുരോഹിതന്മാരായിരുന്നു. അവർ ദൈവമുൻപാകെ ശരിയായി ജീവിച്ചില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായവിധി അവരുടെ ജീവിതത്തിലേക്ക് വന്നു. എന്നിട്ടും അവർ മുന്നോട്ട് പാപത്തിൽ പോയി. അവരുടെ ജീവിതത്തിൽ അവർ യുദ്ധക്കളത്തിൽ വെച്ച് സംഹരിക്കപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം തരുന്ന മുന്നറിയിപ്പിനെ അവഗണിക്കരുത്. സകല മാനവരാശിക്കും കാൽവറി ക്രൂശിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ദൈവം തരുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. അതെന്താണ്? ദൈവമൊരുക്കിയിട്ടുള്ള ആത്മരക്ഷയെ കരഗതമാക്കുവാൻ വിശ്വാസത്താൽ വിനയത്തോടെ വരുവാൻ കഴിയാത്തവർക്ക് മുൻപിൽ ഒരു വലിയ ന്യായവിധിയുണ്ട് എന്നുള്ളതാ. നിത്യമായൊരു നരകമുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചാൽ, ക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷ പ്രാപിച്ചാൽ, അങ്ങ് പാപിയാണ് എന്ന് സമ്മതിച്ചാൽ, അവിടുത്തെ ജീവിതത്തിലേക്ക് യേശുക്രിസ്തുവിനെ ക്ഷണിച്ചാൽ അങ്ങയുടെ ന്യായവിധി മാറ്റപ്പെടും. അങ്ങയുടെ തലയ്ക്ക് മീതെയുള്ള നരകത്തിൻ്റെ കൊടും ശിക്ഷ മാറ്റപ്പെട്ട് അങ്ങ് ദൈവകൃപയുടെ അനുഭവമുള്ള ഒരു വ്യക്തിയായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാറ്റിയെടുക്കും. അതിന് അങ്ങയുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, ദൈവകൃപയിൽ ശരണപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ദൈവം അങ്ങയെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.